ചില്ലറ ഉണ്ട്. അവിടെ നിന്നാണ് വന്നത്. ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ദൂരേക്ക് ഒരു വഴിയുണ്ട്, റൈറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഒരു വഴിയുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് കാണുന്നത് അതൊക്കെയാണ്. അവിടെ ഒരു എന്താ പറയുക, ട്രീ ഹൗസ് പോലെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ ട്രീമേ അല്ല, കമ്പിയുമാണ് ഇരിക്കുന്നത്. അല്ല, ട്രീ തന്നെയാണ് കേട്ടോ, എനിക്ക് തെറ്റിയതാണ്. അവിടെയാണ് ചായയൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉള്ളത്. അവിടെ കുറേ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സീറ്റും കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്താണ് പുഴ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പുഴ കാണാം. എന്തായാലും നല്ല ഭംഗിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാ നോക്കൂ, ചായയും കടിയും കാര്യങ്ങളും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. Do not touch. Solar powered fence. Do not touch. Fence. Caution. Kerale. പക്ഷെ ഇവിടെ ചുവന്ന റിബണൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ചെക്കന്മാർ ആരുടെയൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ.
എവിടെ അവിടെ എന്തോ place അവിടെ എന്തോ ഉണ്ട് ആ ഓക്കെ ട്രീ ഹൗസ് ഗൈസ് ഞങ്ങളതിൻ്റെ മേളിൽ കയറും കേറണോ? ഫസ്റ്റ് ഞാൻ അല്ല അല്ല കേറി ഫൈനലി നമ്മൾ അതിൻ്റെ മേലെത്തി നമ്മൾ നല്ല ഹൈറ്റിലാണ് മരത്തുമൊക്കെ ലോക്ക് ചെയ്തിട്ട് സെറ്റാക്കി സേഫാക്കിയാണോ വെച്ചേക്കുന്നത് ഇതിപ്പോ പണിത് എടുത്ത പോലെ ഉണ്ട് എന്തായാലും കൊള്ളാം എനിക്ക് തിരിച്ചെന്റെ വീട്ടിലേക്കൊന്ന് പോകണം ഓ ഇവിടെ ഷീറ്റൊക്കെ കിടന്ന് കുരുങ്ങിയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഹൈറ്റിലാണ് നമ്മൾ ആ ട്രീന്ന് ഇറങ്ങി നമ്മൾ ആ ട്രീയിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ക്ഷീണിച്ച് നമുക്കപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ കിട്ടുന്നുണ്ട് നമുക്ക് ചായ കുടിക്കാം ഇവിടെ മരത്തിന് ചോടം തന്നെ നമുക്ക് ഇരിക്കാൻ സെറ്റുകൾ എന്താ ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കാം ഇതിനും കിട്ടുന്നു ഞങ്ങൾ പറ്റിക്ക് പെട്ടു ഗൈസ് ഇവിടെ ചായക്കട ഒരൊറ്റ മനുഷ്യൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാനാണ് ഓക്കെ നമ്മൾ ചായയൊക്കെ കുറിച്ചു കേരളത്തിലൊക്കെ കയറി നീ തിരിച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വഴിയാണല്ലേ അപ്പോൾ ആ വഴി പോയാൽ നമുക്ക് തിരിച്ചു വന്ന വഴി കാണും എന്നാണ് പറഞ്ഞത് അവിടെയും ഒരു ട്രീ ഹൗസ് ഉണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പോയപ്പോൾ ആ ചായക്കട ഇവിടെ ഈ കാട്ടാനയുടെ കൂട്ടം ഇവിടെ വന്നിരുന്നു അപ്പം അതിന് വേണ്ടി അപ്പം അതിൻ്റെ എണ്ണ ഇപ്പം നന്നായിട്ട് കൂടിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഫെൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോളാറിൻ്റെ അപ്പോൾ ഒരു വൈകിട്ട് 6 മണിയാകുമ്പോൾ ഈ ഫെൻസ് ക്ലോസ് ചെയ്ത് ഇവിടുത്തെ എൻട്രിയും ക്ലോസ് ചെയ്യണം നമുക്ക് ടൂറിസ്റ്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ ഭാവിയിൽ ഇവിടെ എന്തോ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യാൻ പോകണമെന്നാണ് അവിടുത്തെ ചായക്കട നടത്തുന്ന ചേട്ടനൊക്കെ പറഞ്ഞത് എന്തോ നല്ല ഫണ്ടൊക്കെ ഉണ്ടുണ്ട് വൈകാതെ തന്നെ ഇവിടെ ചെറിയ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നടക്കും എന്തായാലും ഇപ്പോൾ നമുക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല ഹൈറ്റിൽ നിന്ന് ഈ കാടും അപ്പുറത്തന്മാരെയും കാണാം പിന്നെ പുഴയുണ്ട് പിന്നെ ആ ഫോട്ടോയിലാണ്ട് പക്ഷെ ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എനിക്കിപ്പോൾ കാണാൻ പറ്റിയ ഒരു കുരങ്ങ അല്ല ഈ പറഞ്ഞത് കുരങ്ങനെ തന്നെയാണ് ചടിച്ച് കൊള്ളാം ഇവിടെ കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് സെറ്റായിട്ട് ഇരിക്കും ട്രീ ഹൗസ് സിറ്റി നെക്സ്റ്റ് അടുത്ത ട്രീ ഹൗസ് അല്ലല്ല പൂട്ടിയിട്ടില്ല ആ ട്രീ ഹൗസിൻ്റെ എൻട്രി കിട്ടണം ഇവിടെ ഫെൻസാണ് ഓ ഇത് നിങ്ങൾക്കെല്ലാം ഒരുപോലെ തോന്നും നമ്മൾ വന്നത് അവിടെ നിന്നാണ് അവിടെ നിന്ന് വന്ന് ഇങ്ങനെ പോയി അവിടെയാണ് നമ്മൾ ട്രീ ഹൗസ് രണ്ടാമത് വന്നത് നെക്സ്റ്റ് നമ്മൾ തുടർന്ന് അവിടെ നിന്ന് നമ്മൾ വന്ന വഴി ഇങ്ങോട്ടാണ് കണ്ടിന്യൂ ആവും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ വരട്ടെ അപ്പോൾ ഇതാണ് ആ വഴി ഇതങ്ങോട്ടേക്ക് പോകുന്നത് ഓക്കെ നമുക്ക് റിട്ടേൺ പോവാം അപ്പോൾ കാട് നമ്മളൊന്ന് ചെറുതായിട്ട് പറയുന്നത് ചെറിയൊരു കാട് അതെ ഈ കാട് ഇവിടുത്തെ ഈ മലകളൊക്കെ അല്ല ഇവിടുത്തെ മലകൾ ഷോളയാർ ഡാമിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ വരെ നീളുന്ന മലകളാണെന്നാണ് കേട്ടത് അപ്പോൾ ആ അപ്പുറത്തെ മലകളിൽ പുലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ ആനകൾ അല്ല ചായക്കടക്കാരൻ പറഞ്ഞ രീതി അല്ല പുള്ളി അങ്ങനെയാണ് പറഞ്ഞത് പറയാം അപ്പോഴത്തെ പുലിയൊക്കെ ഉള്ള കാരണം പ്രസവം അവിടെ കറക്റ്റ് ആവില്ല ആനകളുടെ പ്രസവമൊക്കെ ഇതിനിപ്പുറത്താണ് നടത്താറുന്നതാണ് കാരണം കുഞ്ഞുങ്ങളെ പുലി മാന്തി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ചത്തു പോകും അപ്പോൾ അതുകൊണ്ടാണ് ആനകൾ ഇവിടെ വന്ന് പ്രസവിക്കണേ അപ്പോൾ നമ്മുടെ ഈ ഏരിയ കോടനാട് ഇപ്പോൾ അങ്ങനെ വന്ന് പ്രസവിച്ചതിൽ ഒരു കുഞ്ഞ് ഒരു ചെറിയ കുഴിയിൽ വീണ് ആ കുഞ്ഞിനെ ഇപ്പോൾ ഇവിടെ വളർത്തണമെന്നാണ് കേട്ടത് കോടനാട് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് വന്നത് ഇതേമാതിരി ഒരു തീറ്റ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ തിരിച്ച് വേണ്ട നമ്മുടെ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ദൂരെ കാണാനാണ് പാർക്കിംഗ് കാണാൻ പറ്റുമെന്ന് അറിയില്ല പയ്യന്മാർ അവിടെ ഒരു ഗ്രീൻ കളർ ഷീറ്റ് ഇട്ടുള്ളതാണ് അവിടെ ആ ഏരിയയിലാണ് പാർക്കിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കണ്ടു അപ്പോൾ കുറച്ച് നേരം കാണാനുള്ളൂ നമുക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം നല്ല കാടാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ കാടാണ്
മറ്റ് വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഈ മലയുടെ അപ്പുറത്താണ് നമ്മുടെ അതിരപ്പള്ളി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ മലയുടെ അപ്പുറത്ത്. അപ്പോൾ ആ ഏരിയ ഇവിടെ വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ വന്യജീവികളാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒന്നിനെയും കണ്ടില്ല. നൈറ്റിലാണ് ഇതൊക്കെ വരാം. പല പക്ഷികളുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ആനിമൽസിനെ കണ്ടില്ല. അത് ഏത് സമയത്താണെന്ന് അറിയില്ല. നൈറ്റായിരിക്കും മിക്കവാറും എല്ലാം വരാം. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടോ ബോർഡ്. എല്ലാ ബോർഡിലും നമുക്ക് ആനേനെ കാണാം.